ഹലോ ഗൈസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു എജുബോർഡ്. എല്ലാ മക്കൾക്കും ഒരിക്കൽ കൂടി എജുബോർഡിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം സൽസബിൻ സാർ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വേറെ ഇതല്ല, നിങ്ങൾ ഒരുപാട് ദിവസമായിട്ട് എന്നോട് ചോദിക്കുന്ന കാര്യമാണ്, സാറേ ഓരോ ചാപ്റ്ററിൻ്റെ വെയിറ്റേജ് എത്രയാണെന്നുള്ളത്. ഓക്കെ, ഈ വീഡിയോ ഇങ്ങനെ ഇത്ര ഡിലേ വരുത്ത ഒരു കാരണമുണ്ട്, വേറെ ഒന്നുമല്ല, അത് ഞാൻ ഈ വീഡിയോയിൽ പറയാം. ഓക്കെ, അപ്പോൾ ഓരോ ചാപ്റ്ററിൻ്റെ വെയിറ്റേജ് ആണ് നിങ്ങൾ പഠിക്കുന്നുള്ള വളരെ പെർഫെക്റ്റ് ആയിട്ട് ഒരു സ്റ്റുഡൻറ്റ് ചെയ്യേണ്ട കാര്യം തന്നെ. കാരണം നമ്മൾ പറയാണ്ട് അടിക്കുമ്പോൾ എന്തെങ്കിലും മർമ്മം നോക്കി അടിക്കണം എന്ന് പറയുന്ന പോലെ, അതുപോലെ തന്നെ നമ്മൾ പഠിക്കേണ്ടത് നിർബന്ധമായിട്ടും ഏതൊക്കെ ഭാഗങ്ങളിൽ എന്തൊക്കെ ചോദ്യങ്ങൾക്ക് എത്ര മാർക്ക് നമ്മൾ പഠിച്ചിരിക്കും, ആ ഒരു കാര്യമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളിവിടെ കാണുന്നത് മോഡൽ എക്സാം എന്ന് മാത്രമായിരിക്കും. ആക്ച്വലി ഇത് മോഡൽ എക്സാം അല്ല, നിങ്ങളുടെ ഫൈനൽ എക്സാമിന് എന്തിനാണ് ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഫൈനൽ എക്സാം മാർക്കണ്ട, നമ്മുടെ ഫൈനൽ എക്സാം പറയുന്നതാണ് ഈ പറഞ്ഞ മാർച്ചിലാണ്. ഓക്കെ, അപ്പോൾ അതിന് കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ കാര്യം യൂസ് ആകും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ആദ്യം നോക്കാനുള്ളത് ഫസ്റ്റ് ഓഫ് ഓൾ ചാപ്റ്ററിൻ്റെ വെയിറ്റേജ് ആണ്. ഇത് ഗവൺമെൻറ് തന്നിട്ടുള്ള ഒഫീഷ്യൽ വെയിറ്റേജും കാര്യങ്ങളൊക്കെ. ഓക്കെ, ഒഫീഷ്യൽ ആയിട്ടുള്ള ഗവൺമെൻറ് തന്നിരിക്കുന്ന വെയിറ്റേജും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഞാൻ പറഞ്ഞുതരാം. നമുക്ക് മൊത്തം പഠിക്കാനുള്ള ചാപ്റ്റേഴ്സിൻ്റെ എണ്ണം നോക്കുകയാണെങ്കിൽ 11 ചാപ്റ്റേഴ്സ് നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, 11 ചാപ്റ്റേഴ്സ് നമുക്ക് പഠിക്കാനുണ്ട്. ഈ 11 ചാപ്റ്റേഴ്സിനും 11ലും ഒരുപോലെയാണ് മാർക്ക് ചോദിക്കുക? അല്ല. കാരണം ചില ചാപ്റ്ററിന് കൂടുതൽ മാർക്കുണ്ട്, ചില ചാപ്റ്ററിന് കുറച്ച് മാർക്കാണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ മൊത്തം ഈ പറഞ്ഞ 11 ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആകെ കിട്ടുന്ന മാർക്ക് 80 മാർക്കാണ്. ഓക്കെ, 80 മാർക്കാണുള്ളത്. പക്ഷേ നിങ്ങളവിടെ മനസ്സിലാക്കേണ്ടത് ഈ 80 മാർക്ക് എപ്പോഴും ഇതുപോലെയല്ല ചോദിക്കാറുള്ളത്. ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഇൻട്രൊഡക്ഷൻ ടു മൈക്രോ എക്കണോമിക്സിൻ്റെ ഒന്നാമത്തെ പാഠം പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഇവിടെ പറഞ്ഞിട്ടുള്ളത് 4 മാർക്കാണ്. പക്ഷേ കഴിഞ്ഞ വർഷം വരെ ചോദിച്ചിട്ടുള്ളത് എത്ര മാർക്കാണ്? 5 മാർക്കിനാണ് അവിടെ നിന്ന് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ 4 മാർക്കിന് പഠിച്ചിട്ട് കാര്യമില്ല, അവിടെ നിന്ന് എന്ത് ചെയ്തത് 5 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി അതേപോലെ സെക്കൻഡ് ചാപ്റ്റർ തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ. +2 പഠിക്കുന്ന ഒരു കുട്ടിയുടെ ഏറ്റവും സമാധാനവും എന്നാൽ ഒരേ സമയം ടെൻഷനുള്ള ഒരേ ഒരു ചാപ്റ്റർ പറയുന്നത് ഈ ചാപ്റ്റർ. കാരണം പഠിക്കാൻ ഈസിയാണ്, ഈസിയാണ്, പക്ഷെ പരീക്ഷയ്ക്ക് മാർക്ക് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഇല്ല. ആ ഒരു അവസ്ഥയിലുണ്ടാകുന്ന ചാപ്റ്ററാണ് രണ്ടാമത്തെ ചാപ്റ്റർ. കൺസ്യൂമേഴ്സിനെ കുറിച്ചുള്ളതാണ് ഈ ചാപ്റ്റർ കംപ്ലീറ്റ് പറയുന്നത്. അപ്പോൾ ആ ചാപ്റ്ററിന് 12 മാർക്കാണ് പറയുന്നത്. എത്ര മാർക്കിന്? 12 മാർക്കിന്. പക്ഷേ കഴിഞ്ഞ വർഷം പരീക്ഷയ്ക്ക് 15+ മാർക്ക് ഉണ്ടായിരുന്നു. ഓക്കെ, 15 മാർക്കോളം ചോദിച്ചിട്ടുണ്ട്. 15 മാർക്കോളം ചോദിച്ചത്, അതായത് കഴിഞ്ഞ വർഷം ഈ 2 ചാപ്റ്റർ മാത്രം പഠിച്ചൊരു കുട്ടിക്ക് 20 മാർക്ക് സ്കോർ ചെയ്യായിരുന്നു. ഓക്കെ, ഇനി അടുത്ത മൂന്നാമത്തെ ചാപ്റ്റർ നമുക്കറിയാം, പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ്. ഓക്കെ, ഈ കൺസ്യൂമർ ബിഹേവിയർ അഥവാ ഉപഭോക്തൃ സന്തുലിതാവസ്ഥയെക്കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുന്ന ഉപഭോക്തൃ സിദ്ധാന്തത്തെക്കുറിച്ച് പഠിക്കുന്ന അതേ തിയറി പോലെ തന്നെ പ്രൊഡക്ഷൻ, ഉൽപ്പാദനവും ചെലവും എന്ന് പറയുന്ന ചാപ്റ്റർ, മൂന്നാമത്തെ ചാപ്റ്ററാണ് മൈക്രോയിലെ മൂന്നാമത്തെ ചാപ്റ്റർ. അവിടെ നിന്ന് പറഞ്ഞിട്ടുള്ളത് 8 മാർക്കേ ആകെ പറഞ്ഞുള്ളൂ. പക്ഷേ കഴിഞ്ഞ വർഷം എന്ത് ചെയ്തിട്ടുണ്ട്? 11 മാർക്കിന് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ എന്താ ഇതിൻ്റെയൊക്കെ അർത്ഥം? തോന്നിയ പോലെ ചോദിക്കാനാണെങ്കിൽ പിന്നെ എന്തിനാ സാറേ ഈ വെയിറ്റേജ് തന്നിരിക്കുന്നത്? അതായിരിക്കും നിങ്ങളുടെ മൈൻഡിലുണ്ടാകുന്ന ചോദ്യം അല്ലേ? അതിൻ്റെ കാരണമുണ്ട്, അത് ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറയാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ബാക്കിയുള്ള ചാപ്റ്റർ മൈക്രോയിൽ പിന്നെ 2 ചാപ്റ്ററാണ് ബാക്കിയുള്ളത്. അത് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറയുന്ന നമ്മുടെ 4ാമത്തെ ചാപ്റ്ററും അതുപോലെ മാർക്കറ്റ് ഇക്വിലിബ്രിയം. ഓക്കെ, ഈ പറയുന്ന പെർഫെക്റ്റ് കോമ്പറ്റീഷൻ അതാണ് നമ്മുടെ ഒരു എസ്എ ചാപ്റ്റർ. ഓക്കെ, എസ്എ ചോദിക്കാവുന്ന അഥവാ നമ്മുടെ 8 മാർക്കിൻ്റെ ചോദ്യം ചോദിക്കാവുന്ന ചാപ്റ്ററാണ് എസ്എ ചാപ്റ്ററാണ്. അതുപോലെ തന്നെ തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ തന്നെയാണ് എസ്എ ചാപ്റ്റർ തന്നെയാണ്. ഓക്കെ, അപ്പോൾ എസ്എ ചാപ്റ്റർ ആയിട്ട് നമ്മൾ 2 ഈ പറഞ്ഞ മൈക്രോയിൽ നിങ്ങൾ പഠിക്കേണ്ടത്. അതായത് 8 മാർക്കിൻ്റെ ചോദ്യം വരുന്ന 2 ചാപ്റ്ററുണ്ട്. അത് യഥാക്രമം മൈക്രോയിലെ 2ാമത്തെയും 4ാമത്തെയും ചാപ്റ്ററുകളായിരിക്കും ഉണ്ടാവുന്നത്. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ പറഞ്ഞ മൈക്രോയിലെ 4ാമത്തെ ചാപ്റ്ററിൽ നിന്നും എത്ര മാർക്കിനാണ്? 10 മാർക്കാണ് പറഞ്ഞത്. പക്ഷേ 10 അല്ല, 12ഓളം മാർക്കിന് കഴിഞ്ഞ തവണ ചോദ്യം വന്നിട്ടുണ്ട്. ഓക്കെ, 12ഓളം മാർക്കുണ്ട്. ആൻഡ് അതേപോലെ മൈക്രോയിലെ 5ാമത്തെ ചാപ്റ്റർ, ലാസ്റ്റ് ചാപ്റ്ററാണ്. ഈ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ കഴിഞ്ഞ ശേഷം മാർക്കറ്റ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ? ഈ പറഞ്ഞ ഡിമാൻഡ് സപ്ലൈ കൂട്ടിമുട്ടുന്ന ലെവലിൽ നമ്മൾ എന്തെയും ഇക്വിലിബ്രിയം കണ്ടുപിടിക്കുന്ന മാർക്കറ്റ് ഇക്വിലിബ്രിയം പഠിച്ചിട്ടുണ്ട്. അവിടെ നിന്നും 6 മാർക്കാണ് പറഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ വർഷം 7 മാർക്കോളം എന്ത് ചെയ്തിട്ടുണ്ട്? ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് മൈക്രോയിൽ നമ്മൾ ഇത്രയും ചാപ്റ്റേഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി നമുക്ക് കിട്ടുന്നത് 40 മാർക്കാണ്. പക്ഷേ കഴിഞ്ഞ വർഷം 40നേക്കാൾ കൂടുതൽ മാർക്ക് മൈക്രോയിൽ നിന്ന് മാത്രം ചോദിച്ചിരുന്നു. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കാം, വെയിറ്റേജ് ഇവിടെ പറയുന്നുണ്ടെങ്കിൽ പോലും ഈ രീതി തന്നെ എപ്പോഴും ചോദിക്കണമെന്നില്ല. അതൊരു ഡിസ്ക്ലൈമർ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമാണ്. പക്ഷേ അതിനൊരു ടെക്നിക്കൽ സൊല്യൂഷൻ ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇനി മാക്രോയിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ യഥാക്രമം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, മാക്രോയിൽ ഫസ്റ്റ് ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ ഉണ്ടല്ലോ, അവിടെ നിന്ന് ആകെ 3 മാർക്കേ പറയുന്നുള്ളൂ. ഇൻട്രൊഡക്ഷൻ ചാപ്റ്ററിൽ 3 മാർക്കേ പറയുന്നുള്ളൂ. അതുപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു എസ്എ ചാപ്റ്ററാണ് ഈ പറഞ്ഞിരിക്കുന്ന 2ാമത്തെ ചാപ്റ്റർ. അതേതാണ്? ഈ പറഞ്ഞ നാഷണൽ ഇൻകം അക്കൗണ്ടിങ്, ദേശീയ വരുമാനം കണക്കാക്കൽ എന്ന് പറഞ്ഞ ചാപ്റ്റർ. ഈ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് പരീക്ഷയ്ക്ക് എത്ര മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത്? അവിടെ നിന്നാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് 12 മാർക്ക്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്നാൽ ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് നിങ്ങൾക്ക് തോന്നുന്ന ചാപ്റ്ററാണ് 2ാമത്തെ ചാപ്റ്റർ. പക്ഷെ മസ്റ്റായിട്ട് പഠിച്ചിരിക്കണം, നിർബന്ധമായിട്ടോ കാര്യം പഠിച്ചിരിക്കുന്ന ചാപ്റ്റർ നാഷണൽ ഇൻകം അക്കൗണ്ടിങ് അല്ലെങ്കിൽ ദേശീയ വരുമാനം കണക്കാക്കൽ എന്ന് പറയുന്നത്. ഇനി അടുത്ത മണി ആൻഡ് ബാങ്കിങ്, മറ്റൊരു എസ്എ ചാപ്റ്ററാണ്. ഓക്കെ, മറ്റൊരു എസ്എ ചാപ്റ്ററാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ 5 മാർക്കെങ്കിലും മിനിമം ചോദ്യം വരും. അപ്പോൾ അതിന് 6 മാർക്കിനാണ് തീരല്ലേ മാക്സിമം പരീക്ഷ ചോദിക്കാറല്ലേ. പക്ഷെ 6 അല്ല, എസ്എ ചോദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഓർപ്പിക്കാം 8 മാർക്കിൻ്റെ ചോദ്യമാണ്. ഓക്കെ, അപ്പോൾ വെയിറ്റേജ് ഇവിടെ തന്നിട്ടുണ്ടെങ്കിൽ മാറ്റം വരുന്നുണ്ട്, ഞാൻ പറഞ്ഞുതരാം എന്താണെന്നുള്ളത്. ഇനി 4ാമത്തെ ചാപ്റ്ററാണ് ഇൻകം ഡിറ്റർമിനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഇൻകം ഡിറ്റർമിനേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ നിങ്ങൾക്ക് അറിയാം? വേറെ ഒന്നുമല്ല,
വലിയൊരു ചാപ്റ്ററായിട്ട് തോന്നുമെങ്കിലും നമുക്ക് അത്ര വലിയ ഇമ്പോർട്ടൻസ് മാർക്കൊന്നുമില്ല, കാരണം 7 മാർക്കേ ഉള്ളൂ. ഓക്കെ, പലപ്പോഴും 7 മാർക്കിനൊക്കെ ചോദ്യം തന്നെ വരാറുള്ളൂ, ചിലപ്പോൾ അതിൽ കുറവായിരിക്കും വരാറുള്ളത്. ആൻഡ് 5ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ഗവൺമെൻറ് ബജറ്റ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മുടെ ബജറ്റ് എന്താ, ബജറ്റ് റെസിപ്റ്റുകൾ എന്താ, അതുപോലെ തന്നെ ബാക്കിയുള്ളത് ക്യാപിറ്റൽ ബജറ്റ് എന്താ, അത് ഈ പറഞ്ഞ കുറച്ച് കോൺസെപ്റ്റുകളും അതുപോലെ തന്നെ ഈ പറഞ്ഞ റെസിപ്റ്റുകളും ഡെഫിസിറ്റുകളൊക്കെ പഠിക്കുന്ന ചാപ്റ്ററാണ്. അത് നമുക്ക് ചോദിച്ചിട്ടുള്ളത് 6 മാർക്ക്. അതേപോലെ തന്നെ അവസാനത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഓപ്പൺ എക്കോണമിന്നും 6 മാർക്ക്. ഓക്കെ, ഇങ്ങനെയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ചാപ്റ്ററിന് ഇങ്ങനെ വെയിറ്റേജും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കാണുന്നുണ്ടാവും ഈ വെയിറ്റേജ് കാര്യങ്ങളൊക്കെ അല്ലേ. ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. മൈക്രോയിലെ ഫസ്റ്റ് ചാപ്റ്ററിന് 4 മാർക്ക്, പിന്നത്തെ ചാപ്റ്ററിന് 12 മാർക്ക്, പിന്നത്തെ ചാപ്റ്ററിന് 8 മാർക്ക്, പിന്നെ ഉള്ളതിന് 10 മാർക്ക്, പിന്നെ 6 മാർക്ക്. ഇങ്ങനെ മൊത്തം നമ്മൾ കൂട്ടിയാൽ 40 മാർക്ക് മൈക്രോ എന്നാണ് നമുക്ക് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ മൈക്രോയിൽ 40 മാർക്കാണ്. നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് മലയാളം ഇംഗ്ലീഷൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ടോ, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് സ്ക്രീൻഷോട്ട് എടുക്കാം. സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് തന്നെ ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കാം, ഞാൻ എത്ര ഇമ്പോർട്ടൻസ് ഏതൊക്കെ ചാപ്റ്റർ കൊടുക്കണം. അപ്പോൾ എസ് എ വരുന്ന ചാപ്റ്റേഴ്സ് ഞാനിവിടെ ടിക്ക് ചെയ്ത് വെക്കുന്നുണ്ട്, നോക്കിക്കോളൂ. 2, 4 ഈ 2 ചാപ്റ്ററിനാണ് എസ് എ ക്വസ്റ്റ്യൻസ് പൊതുവേ വരാറുള്ളത്. എന്നാൽ എന്ത് ചെയ്യുന്നുണ്ട്, 3ാമത്തെ ചാപ്റ്ററിനും ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഓക്കെ, 3rd ചാപ്റ്ററിനും ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്, പക്ഷേ വളരെ ലെസ് ചാൻസേ ഉള്ളൂ. നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം ഈ പറഞ്ഞിരിക്കുന്ന 1, 2, 4 ചാപ്റ്ററുകൾ പഠിക്കുക. ഇനി മാക്രോയിലേക്ക് നമ്മൾ പോകുമ്പോൾ 3 മാർക്ക്, 12 മാർക്ക്, 6 മാർക്ക്, 7 മാർക്ക്, 6 മാർക്ക്, വീണ്ടും 6 മാർക്ക് എന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. ഇവിടെ നമുക്കുള്ള എത്ര മാർക്കാണ്, 40 മാർക്ക് തന്നെയാണ് ഈ പറഞ്ഞ മാക്രോയിലുള്ളത്. ഓക്കെ, അപ്പോൾ ഫൈനലി നിങ്ങളോട് മനസ്സിലാക്കേണ്ട കാര്യം, എസ് എ ചാപ്റ്ററുകൾ ഞാൻ ടിക്ക് ചെയ്തിരിക്കുന്നുണ്ട്. 2, 3 ചാപ്റ്ററുകൾ എന്നാണ് എസ് എ ചോദിക്കാറുള്ളത്. മണി ആൻഡ് ബാങ്കിങ് ഇവിടെ പറച്ചിൽ 6 മാർക്കേ ഉള്ളെങ്കിലും ഈ 6 മാർക്ക് മാറിയിട്ട് എന്ത് ചെയ്യും, 8 മാർക്കിൻ്റെ എസ് എ ആയിട്ട് അത് മാറാറുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ എക്സാമിൻ്റെ സ്ട്രാറ്റജിയും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത് വെയിറ്റേജ് നമുക്കൊരു ഒഫീഷ്യൽ വെയിറ്റേജ് തന്നിട്ടുണ്ട്. പിന്നെ എന്തിനാണ് ഇങ്ങനെയൊക്കെ പഠിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിവിടെയാണ് ഞാൻ പറഞ്ഞു തരുന്ന കാര്യം. അതായത് മിനിമം മാർക്ക്, ഓക്കെ, മിനിമം എത്ര മാർക്കിന് ചോദ്യം, ഓക്കെ, മിനിമം എത്ര മാർക്കിന് ചോദിക്കാം എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മിനിമം അതായത് 7 മാർക്കിനാണ് ഒരു ചാപ്റ്ററിലെ വെയിറ്റേജ് പറഞ്ഞെങ്കിൽ 7 അതിൻ്റെ മിനിമമാണ്, അതിൽ കൂടുതലും വേണമെങ്കിൽ എന്ത് ചെയ്യാം, ചോദിക്കാമെന്നാണ് അതിൻ്റെ അർത്ഥം. ഇപ്പോൾ ഉദാഹരണം നമ്മൾ പറഞ്ഞു 12 മാർക്കാണ് എവിടെ ഉള്ളത്, ഈ പറഞ്ഞ കൺസ്യൂമർ ബിഹേവിയർ അല്ലെങ്കിൽ ഉപഭോക്തൃ പെരുമാറ്റ സിദ്ധാന്തം എന്ന് പറഞ്ഞ ചാപ്റ്റർ ഉള്ളത്. പക്ഷെ അതിൽ 15 മാർക്ക് ചോദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ, 12 മിനിമമാണ്, അതിൻ്റെ മുകളിലേക്ക് 15 ആവാം, 16 ആവാം, 17 ആവാം, എത്ര വേണമെങ്കിലും ആയി പോകും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം മിനിമം ആണ് ഈ തന്നിരിക്കുന്ന വെയിറ്റേജ് എന്നുള്ള കാര്യം മനസ്സിൽ ഉറപ്പിക്കുക, എന്നിട്ട് വേണം പഠിച്ചിട്ട് പോകാൻ. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ വീഡിയോയിലേക്ക് പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്തൊക്കെയാണ് അപ്ഡേറ്റ്സ് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് തൊട്ടതായി കമൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ അത് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും കമൻറ്റുകളൊക്കെ തന്നെയാണ് എന്ത് ചെയ്യുന്നത് ഞങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. എജുബോർഡ് തൽക്കാലം ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു. ഇറ്റ്സ് മീ സൽസബീൻ സൈനിങ് ഔട്ട് ഫ്രം എജുബോർഡ്. ഹാപ്പി ലേണിംഗ് ഓൾ. ബൈ.